ഹലോ, ഈ ശിവരൂപത്തിന്റെ അല്ലെങ്കിൽ ശിവചൈതന്യത്തിന്റെ ഒരു പ്രതീകമായിട്ട് ശ്രീ മലതര അപ്പൂപ്പന്റെ കരയിൽ എല്ലാ കരയിലും ഇദ്ദേഹം തന്നെ അത് വ്യക്തമായിട്ട് പറയും. പറഞ്ഞാട്ടെ. പിന്നെ കുടിയേറി കഴിഞ്ഞാൽ നമുക്ക് കരയിൽ ഏത് ഭാഗത്തും നമ്മൾ ആ കരയിലുള്ള ഭാഗങ്ങളെല്ലാം ചെല്ലാം. ഇത് നമ്മുടെ പിന്നെ പരമ്പരാഗതമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പുരാതന കാലത്തെ ഉള്ള ഒരു ആചാരക്രമമാണ് ഇത് വേലൻ ഓതാൻ വരുന്നത്. അവിടുത്തെ കാലദോഷം, ആ ഭവനത്തിലുള്ള കാലദോഷം തീർക്കാനായിട്ടാണ് ഞാൻ ഓതാൻ വരുന്നത്. മലനടയിലെ എല്ലാ കരകളിലുമുള്ള എല്ലാ മനുഷ്യർക്കും മലനടയിലുള്ള എല്ലാ മനുഷ്യരുടെയും വ്യാധി തീരാൻ വേണ്ടിയാണ് വേലൻ കരയിൽ കാലദോഷം തീർക്കാനായിട്ട് വരുന്നത്. അത് ഉത്സവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉത്സവത്തിന് കൊടി കയറി കഴിഞ്ഞാൽ കരയിലെ എല്ലാ വീടുകളിലും നമ്മൾ വന്ന് ആ കാലദോഷം തീർത്ത് അവിടെ ആരോഗ്യ സൗഖ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ മടങ്ങുന്നത്. അന്നേരം നമ്മൾക്ക് യഥാശക്തി ആ വീടിന്റെ യഥാശക്തി അനുസരിച്ച് ഒരു ലക്ഷണം ഒരു സന്തോഷമായിട്ട് തരും. ഞങ്ങൾ കരയിൽ ഒരു വീട്ടുകാർക്ക് പള്ളിപ്പാൻ നടത്തണം. അതിന്റെ ഭാഗമായിട്ടാണ് 33 ദേവദേവഗണങ്ങളുടെയും മനുഷ്യന്റെയും വ്യാധി തീരണം. അതിനുവേണ്ടിയാണ് വീടുകളിൽ വന്ന് ആ 3 കോടി പാഞ്ചിയിലെ അർപ്പിക്കുന്നത് ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരനും മൂർത്തികൾ 3 പേരും വന്ന് അവിടെ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവണം. അവിടെയുള്ള എല്ലാവർക്കും, ഒരാൾക്ക് മാത്രമല്ല, ആ വീട്ടിലുള്ള എല്ലാ ആ ഭവനത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും. അങ്ങനെ ആ സങ്കല്പം, അങ്ങനെയാണ് ഞങ്ങൾ ഓടാൻ. അത് ആണ്ടിലൊരിക്കൽ കാലദോഷം തീർക്കാൻ വേലൻ വരുന്നത്. അത് ഉത്സവത്തിന് ആ പ്രാധാന്യം കൊടുക്കും. ഉത്സവത്തിന് 12 വർഷം കൂടിയിരിക്കും. പള്ളിപ്പാന എന്ന് പറഞ്ഞ മഹാകർമ്മത്തിന്റെ ഭാഗമാണ്. ഇവിടെ ദേവനെ ശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തുന്നു. ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറഞ്ഞാൽ 12 വർഷം. നമ്മളൊരു തകടെഴുതി കൊടുത്താൽ അതിന്റെ കാലാവധി 12 വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ അത് പുതുക്കണം. പുതുക്കി ഡേറ്റ് ഇട്ട് പുതുക്കി പിന്നെ എഴുതി കൊടുക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങളിലാണ് ഈ പള്ളിപ്പാനയുടെ മഹാകർമ്മത്തിന്റെ കർമ്മികൾ. ഞങ്ങൾ വേലന്മാരില്ല, മറ്റാരെങ്കിലും. അത് ദൈവ നിയോഗമാണ്. ശിവ വേഷം കെട്ടിക്കൊണ്ട് ഞങ്ങൾ ഒരു അപ്പൂപ്പന്റെ കരയിൽ, ഏത് കരയിലായാലും ഞങ്ങൾ കെട്ടിക്കൊണ്ട് വരുന്ന വേഷം ശിവന്റെ പുറവും പുറങ്ങാടി വേഷം കെട്ടിക്കൊണ്ട് വന്ന് മഹാവിഷ്ണുവിന്റെ വ്യാധി തീർക്കാൻ പരമശിവനാൻ വേലനാട്ട് പോകുന്ന ഭാഗമാണ് ഈ ധരിച്ചുകൊണ്ട് വരുന്നത്. വന്ന് കാലദോഷം തീർക്കും. അത് മനസ്സിലായി. അതാണ് സങ്കല്പം. അത് ഉത്സവത്തിന് ആ പ്രാധാന്യം കൊടുത്തിരിക്കും. വർഷത്തിലൊരിക്കൽ ഉത്സവത്തിന് കൊടിയേറി കഴിഞ്ഞാൽ കരയിൽ ഏത് ഭാഗത്തും ഹിന്ദു ആചാരക്രമമാണ്. അത് നമ്മൾ ഹിന്ദുക്കളുടെ വീടുകളായിട്ട് കൂടുതലായിട്ട് നമുക്ക് കയറി ചെല്ലാം. ആരും ഒന്നും പറയാം. വേറെ ഓദിക്കുന്ന ക്രിസ്ത്യാനും മുസൽമാനും ഓദിക്കും. ഇവിടെ മലയാളം വന്നു കഴിഞ്ഞാൽ ഒരുപാട് മുസ്ലിങ്ങളും ഓദിക്കും, ക്രിസ്ത്യൻസും ഓദിക്കും. അവർ പഴയ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഓദിക്കുന്ന വീടുകളുണ്ട്. അങ്ങനെയുള്ളവര് ഓദിക്കുമ്പോൾ നമ്മളവിടെ ചെല്ലും. സ്ഥിരം ചെല്ലുന്ന ക്രിസ്ത്യാനികളും ഉണ്ട്, മുസ്ലിങ്ങളുടെ വീട്ടിൽ സ്ഥിരം ചെല്ലുന്ന വീടുകളുണ്ട്. അവിടെ നമ്മൾ ചെല്ലും. അവര് നമ്മൾ ഹിന്ദുക്കളെ ഇടപെടുന്ന പോലെ അവരും നമ്മളോട് വ്യക്തിപൂർവമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ദൈവികമായിട്ട് നമ്മളെ വരവേറ്റും നമുക്ക് മൈശ്വര്യമായിട്ടുള്ള ലക്ഷണമൊക്കെ തന്ന് സന്തോഷം പറഞ്ഞേ പറ്റും. പൂജ മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു പൂജയാണ് അല്ലേ? മതസൗഹാർദ്ദമായിട്ടുള്ള ഒരു പൂജ. അതല്ല, മതസൗഹാർദ്ദമായിട്ടുള്ള ഇതിപ്പം ഒരാളെ മാത്രമല്ല. നമ്മളെ കരയിൽ അപ്പൂപ്പന്റെ കരയിൽ 7 കരയിൽ ഇപ്പൊ ഒരു കരയും കൂടെ 8 കരയായി. ഈ കരയിൽ എല്ലാ കരയിലും വരുന്ന എല്ലാവരോടും നമ്മൾ ദൈവികമായിട്ടേ പെരുമാറാണ്. അവിടെ അയാൾ ഇന്നതാ, ഇയാൾ ഇന്നതാ എന്നൊന്നും ദൈവികമായിട്ട് വരുന്ന എനിക്ക് പറയാൻ പറ്റത്തില്ല. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും എല്ലാവരെയും നമുക്കൊരു കണ്ണുകൊണ്ടേ കാണാൻ. എല്ലാവരും മനുഷ്യത്വത്തിന്റെ പേരിലില്ല ഈ ആചാരം. ഇപ്പൊ നമ്മുടെ ഇടയിൽ ഒരു ക്രിസ്ത്യാനിയായാലും ഒരു മുസ്ലിമാണ്, അവനെ ഒറ്റപ്പെടുത്തിയിട്ട് നമ്മൾ പാനപ്പോ ഹിന്ദു ആചാരം വരുമ്പോ ഇപ്പൊ അവര് തന്നെ ഈ കരോളിനിറങ്ങുന്നു. കരോളിനിറങ്ങുമ്പം നമ്മുടെ ഹിന്ദുക്കളുടെ വീട്, ഞാൻ എനിക്ക് തന്നെ ഞങ്ങളുടെ ഹിന്ദു ക്രിസ്ത്യൻസിന്റെ ഇടയിലാണ് താമസിക്കുന്നത്. പല കത്തോലിക്കയുണ്ട്, യാക്കോബയുണ്ട്, മർത്തോമയുണ്ട്, എല്ലാ സഭക്കാരും ഉണ്ട്. റീത്തുകാരെ ഉള്ളു ഇതിനിറങ്ങാത്തത്. ബാക്കി എല്ലാ സഭക്കാരും കരോളിനിറങ്ങും. കരോളിനിറങ്ങുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ വരും. നമ്മൾ വരുമ്പോഴാ പിന്നെ യേശുദേവന്റെ നാമോദയം പറഞ്ഞാണ് കരോളിനിറങ്ങുന്നത്. അന്നേരം അവരുടെ നമ്മള് എതിരാ പാരാത്രി ആയാലും അവരുടെ ഈ ഇത് പാട്ട് കേൾക്കുമ്പോഴത്തേന് പിന്നെ ലൈറ്റ് ഇട്ട് നമ്മൾ ഇറങ്ങി നിൽക്കും. അന്നേരം അവര് പാടും. പാടി കഴിഞ്ഞിട്ട് അവർക്ക് നമ്മുടെ യഥാശക്തി അനുസരിച്ച് കൊടുക്കും. എന്ന് പറഞ്ഞാൽ അവർ 3 പേരും കൂടെ വരുമ്പോഴും അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യും.